ബയേണിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് അർബലോവോ പറഞ്ഞു വെക്കുന്നത്. ശരിയാണ്, ഒരുപാട് റെമോട്ടാടകൾ നടത്തിയവരാണ് റയൽ. ഇതിലും വലിയ സ്കോർ ലൈനൊക്കെ നിസാരമായി മറികടന്ന ചരിത്രവും മാഡ്രിഡിസ്റ്റുകൾക്ക് പറയാനുണ്ട്. അതേ ലാഘവത്തോടെ ബയേണിനെ തീർക്കാമെന്നാണ് അർബലോവും സംഘവും കരുതുന്നതെങ്കിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുറപ്പാണ്. 2-1 നിസാരമായ സ്കോർ ലൈനാണ് റയലിനെ മറികടക്കാനുള്ളതെങ്കിലും എന്നും തങ്ങളുടെ കൂടെയുണ്ടാകാറുള്ള ബെർണബ്യൂ ഈ മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല. വെള്ളപുതച്ച സാന്റിയാഗോ അവർക്ക് നൽകുന്ന സപ്പോർട്ടും ഊർജവും ഈ മത്സരത്തിൽ ഉണ്ടായിരിക്കില്ല. കാരണം രണ്ടാം പാദം അങ്ങ് ജർമ്മനിയിൽ ബയേണിൻ്റെ തട്ടകമായ അലിയൻസ് അരീനയിലാണ് നടക്കുന്നത്. പകരം അവിടെ എന്തിനും പോന്ന 11 പേർക്ക് കരുത്തു പകരാൻ ചുവന്ന ദ ബവേറിയൻസ് ആയിരിക്കും നിലയുറപ്പിക്കുന്നത്. ബയേണിനെയും അവരുടെ ആരാധകരെയും തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനൽ വിജയിച്ച് വേണം സെമിയിലേക്ക് റയൽ മാഡ്രിഡ് എത്തേണ്ടത്. അതൊരിക്കലും റയലിനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കില്ല. അതുമാത്രമല്ല, 2-1 ആദ്യ ലെഗിൽ സാന്റിയാഗോയിൽ ബയേൺ വിജയിക്കുന്നത്. ആ മത്സരത്തിന് ശേഷം അവർക്ക് ബുണ്ടസ് ലീഗയിൽ ഒരു മത്സരം കളിക്കാനുണ്ടായിരുന്നു. ആ ലീഗ് മത്സരത്തിൽ കളിക്കാനിറങ്ങിയ ബയേണിൻ്റെ സ്ക്വാഡിലേക്കൊന്ന് നോക്കൂ. എന്താ സംഭവം? റയലിനെതിരെ UCL കളിച്ച പ്രധാന താരങ്ങൾക്കൊക്കെ ടീം റെസ്റ്റ് അനുവദിച്ചിരിക്കുകയാണ്. ലീഗിൽ ഏറെക്കുറെ അവർ ടൈറ്റിൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെയായിരിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സെക്കൻഡ് ലെഗിന് വേണ്ടി പ്രധാന താരങ്ങൾക്കൊക്കെ വിശ്രമം നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് റയൽ മാഡ്രിഡിന് വീണ്ടും വെല്ലുവിളിയാകുന്നത്. ജിറോണക്കെതിരെയുള്ള ലാലിഗ ടൈറ്റിൽ റേസിന് വേണ്ടി അവരുടെ സൂപ്പർ താരങ്ങളെ ഒക്കെ അണിനിരത്തിയായിരുന്നു കളി മെനഞ്ഞിരുന്നത്. ഒടുക്കം മത്സരം സമനിലയാവുകയും ലാലിഗ ഏറെക്കുറെ തീരുമാനമാവുകയും ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും UCL സെക്കൻഡ് ലെഗിന് ഇനിയും 3 ദിവസങ്ങൾ ഉണ്ടെങ്കിലും റയൽ ഒരു ഹൈ പ്രഷറിലായിരിക്കും ബയേണിനെ നേരിടാൻ പോകുന്നത്. അവർക്ക് ലാലിഗയും നഷ്ടപ്പെട്ട ഈ അവസരത്തിൽ ചാമ്പ്യൻസ് ലീഗിലെ ഈ മത്സരം അവർക്ക് അത്രയും പ്രധാനപ്പെട്ടതായിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെയാണ് റയൽ ബയേണിനേക്കാൾ വിജയസാധ്യത കുറവാണെന്ന് പറയാൻ കാരണം. വേറൊരു രസകരമായ കാര്യം പറയട്ടെ. റയൽ അവരുടെ പ്രധാന താരങ്ങളെയൊക്കെ അണിനിരത്തി കളിക്കുന്ന മാച്ചുകളിൽ അവർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. അറ്റാക്കുകൾ പലതും നടത്തുന്നുണ്ടെങ്കിലും ലക്ക് എന്നൊരു ഫാക്ടർ ആ സമയങ്ങളിലൊന്നും റയലിനോട് ഒപ്പം നിൽക്കാത്ത പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അർബലോവോ അത്തരം റിസ്കിലേക്കൊന്നും പോകില്ല എന്നുറപ്പാണ്. വിനിയും എംബാപ്പയും മേ ബി ജൂഡിനെ വരെ നമുക്ക് ആദ്യ 11-ൽ പ്രതീക്ഷിക്കാം. ആദ്യ ലെഗിൽ വിനിയും എംബാപ്പയുമൊക്കെ പരമാവധി ബയേൺ ഡിഫൻഡേഴ്സിനെ കാര്യമായി പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ മാനുവൽ ന്യൂയർ എന്ന 40-കാരന് മുമ്പിലാണ് മാഡ്രിഡ് മുന്നേറ്റം തകർന്നു പോയത്. ആയതിനാൽ ബയേണിന് അല്പം മുൻതൂക്കമുണ്ടെങ്കിലും എതിരെ റയലായതുകൊണ്ടും നടക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ടും പ്രവചനങ്ങൾക്കൊന്നും ഇവിടെ വിലയില്ല എന്നാണ് പറയാനുള്ളത്. ഇതിലും വലിയ വെല്ലുവിളികളും സ്കോർ ലൈനുമൊക്കെ നിസാരമായി നടത്തിയെടുത്ത ചരിത്രം ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തിനാണ് വെറുതെ റയൽ മാഡ്രിഡിനെ റമോട്ടാടകളുടെ രാജാക്കന്മാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്?